ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന പലഹാരങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറല്ലേ. അങ്ങനെ കറിയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന പലഹാരങ്ങളിൽ ഒന്നാണ് മുട്ടപ്പത്തിരി, അതായത് ഓട്ടട അല്ലേ. നാട്ടിൽ മിക്കവാറും എല്ലാവരും വിറകടുപ്പിൽ വെച്ച് ചട്ടിയിലൊഴിച്ചാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കാറുള്ളത്. അതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഓട്ടട വളരെ ഈസി ആയിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതും ഗോതമ്പ് പൊടി ചേർത്ത് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പലതരം പലഹാരങ്ങളും ഈസി കറികളും ഡെസേർട്ടൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണണം എന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണേ. അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാട്ടെ ഈ ഹെൽത്തി മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും സെയിം അളവിലെടുത്താണ് ഈ ഓട്ടട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് നന്നായി തിളപ്പിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ സ്മെല്ല് പ്രശ്നമില്ലെങ്കിൽ അരിപ്പൊടിക്ക് പകരം മുഴുവനായി ഗോതമ്പ് പൊടി തന്നെ ചേർക്കാം. പകുതി അരിപ്പൊടി ചേർത്താലും മുട്ടപ്പത്തിരിയിൽ ഗോതമ്പ് പൊടിയുടെ സ്മെല്ല് തീരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡിൽ അരിപ്പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓട്ടട നല്ല സോഫ്റ്റായി കിട്ടാൻ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഇതിനി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ്, അതായത് നമ്മൾ അരിപ്പൊടി എടുത്ത സെയിം അളവിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി കുറച്ച് ഉമ്മിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ നന്നായിരിക്കും നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ചേർക്കുമ്പോൾ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് എല്ലാം ചെറുതായി ഒന്ന് അടിച്ച് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി അഥവാ വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ വീതം ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി. വെള്ളം നല്ലോണം കൂടിപ്പോയെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടുതൽ ചേർത്തടിക്കുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് 1 മണിക്കൂർ ഇത് മൂടി വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം. അതല്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം അപ്പം തന്നെ ചുട്ടെടുക്കാം. ഓട്ടട ചുടുമ്പോൾ മൺചട്ടിയിലായാലും നോൺ സ്റ്റിക്ക് പാനിലായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാൻ നല്ല ചൂടായാൽ മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇതിൽ ഹോൾസ് നന്നായി വരൂ. ഹോൾസ് മുഴുവനായി വന്നു കഴിഞ്ഞാൽ മാത്രം തീ ഒന്ന് കുറച്ചതിന് ശേഷം മൂടി വയ്ക്കാം. ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചാൽ തന്നെ ഓട്ടട നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി പാൻ നന്നായി ചൂടായാൽ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. വെറും 15 മിനിറ്റിനുള്ളിലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അത് തേങ്ങാപ്പാലും പഞ്ചസാരയാണ്. ഇനി തേങ്ങ ചിരകി പാലൊക്കെ എടുക്കാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ പശുവിൻ പാൽ തിളപ്പിച്ച് തേങ്ങാപ്പാലിന് പകരം ഉപയോഗിക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് പിന്നെ പറയുകയും വേണ്ട. പിന്നെ തലേദിവസത്തെ കറി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് കൂട്ടി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് കമൻറ്റായി തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.